Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. മാത്രമല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു പുഡിങ്ങും കൂടിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ജെല്ലി തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാമിൻ്റെ സ്ട്രോബെറിയുടെ ഫ്ലേവറിലുള്ള വാട്ടർ ജെല്ലി മിക്സാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു ബൗളിലേക്ക് പൊട്ടിച്ചിടാം. ഗ്രാമിൻ്റെ ഫുൾ പാക്കറ്റ് ഞാനിപ്പോൾ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. നല്ല തിളച്ച ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഫോട്ടോക്ക് കുറച്ചും കൂടി റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കണമെന്നില്ല. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു കുറച്ച് പരന്ന പാത്രത്തിലേക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്കാണ് ഒഴിക്കണത്. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് വിട്ടതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഈ 1/2 ലിറ്റർ പാലിൽ നിന്ന് നമുക്കൊരു 3/4 കപ്പ് അളന്നിട്ട് വേറൊരു ബൗളിലേക്ക് ഒഴിക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏകദേശം ഒരു 4 ഗ്രാമോളം നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ 2ലും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പുഡിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനിലേക്ക് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള 3/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. അതേസമയം തന്നെ നമ്മൾ അളന്ന് മാറ്റി വെച്ചിട്ടുള്ള 4 ഗ്രാം ചൈന ഗ്രാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് വേറൊരു സോസ് പാനിലേക്ക് ഇട്ടിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അത് മെൽറ്റ് ചെയ്തെടുക്കാം. രണ്ടും നമുക്ക് ഒരേ സമയത്ത് തന്നെ ചെയ്യാം. ഇടയ്ക്കൊന്ന് ചൈന ഗ്രാസ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതൊന്ന് പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ചൂടൊന്ന് വിട്ടതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ജെല്ലി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹാർട്ടിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണം. ഞാനിതുപോലത്തെ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള കുക്കീസ് കട്ടറാണ് യൂസ് ചെയ്യണത്. ഇത് വെച്ചിട്ട് നമുക്ക് ഹാർട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിങ്ങനെ പാത്രം തിരിച്ച് വെച്ചിട്ട് നമ്മൾ ഷേപ്പാക്കി എടുത്തിട്ടുള്ളത് വേർതിരിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മുടെ ജെല്ലി ഹാർട്ട് ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ട്രേ എടുക്കാം. ഇപ്പോൾ ഇത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഹാർട്ട് ഷേപ്പിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജെല്ലി വെച്ച് കൊടുക്കാം. സെൻട്രലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. അതേസമയം തന്നെ നമുക്ക് ബാക്കിയുള്ള ചൈന ഗ്രാസും മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ചൈന ഗ്രാസ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണിത്. ഇപ്പോൾ പാലൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രേയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒരു കയ്യിലോ അല്ലെങ്കിൽ സ്പൂണോ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ ചൂടൊന്ന് വിട്ടതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സെൻറ്ററിൽ ഹാർട്ട് ഷേപ്പൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.